ഇരുന്നോളൂ. ആഹാരം കഴിക്കുമ്പോഴും പഠിക്കുമ്പോഴും എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കാണിക്കേണ്ടെന്നാണല്ലോ പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇരിക്കൂ. സാരമില്ല. ലെക്ചർ സമയത്ത് നോട്ട്സ് ഒന്നും എഴുതാറില്ലല്ലേ? ഓ, ഒരേ സമയത്ത് എഴുതാനും ശ്രദ്ധിക്കാനും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്കിതാ എളുപ്പം. കണ്ടില്ലല്ലോ. ആരെയാ? ശാലിനിയെ കോളേജ് ഡേക്ക് ശേഷം കണ്ടില്ലല്ലോ. എനിക്ക് എന്നെ തെറ്റിദ്ധരിക്കരുത്. വേറെ തോന്നുകയും ചെയ്യരുത്. മായോട് കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് പറയാനാണോ സാർ ഇത്രയും മുഖവരയിട്ടത്? ഇത്തരം കാര്യങ്ങളൊക്കെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം. ഇനി ശാലിനി എതിരഭിപ്രായം പറയൂ. സാറിന്റെ കാര്യം കഷ്ടം തന്നെയാ. ശാലിനി എതിരഭിപ്രായം പറയാനോ? ശാലിനിയുടെ അച്ഛന് എന്തെങ്കിലും? അച്ഛന്റെ കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഏറ്റുന്നേ. വാട്ട് എവർ ഇറ്റ് മേ ബി, അമ്മയ്ക്ക് ശാലിനിയെ ഇഷ്ടപ്പെട്ടു. എന്റെ ശാലിനി ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? ഇവന് കോളേജിലെ പണിയൊന്നും ഒരാവശ്യമില്ല. എസ്റ്റേറ്റിന്റെയും കമ്പനിയുടെയും കാര്യങ്ങൾ നോക്കി നടത്തിയാ മതി. ഇവന്റെ അച്ഛനുള്ള കാലം തൊട്ടേ പറയുന്നതാ. കേക്കണ്ടേ? കാപ്പി ഓടിച്ചില്ല. കാപ്പി കുടിക്കായിരുന്നല്ലോ. എന്താ? എന്ത് പറ്റി? എനിക്ക് മധുരം പാടില്ല. അതെയോ? വേറെ എടുക്കാം. വേണമെന്നില്ല, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇനിയിപ്പോ ഇവർക്ക് തമ്മിൽ സംസാരിക്കാൻ വല്ലതുണ്ടെങ്കിലാവാം. അതിന് അവര് ദിവസവും കോളേജിൽ വെച്ച് കാണുന്നവരല്ലേ. പഴയ കാലമൊന്നും അല്ല ബാലേന്ദ്ര പണിക്കരെ. എന്താടോ, തനിക്ക് വല്ലതും സംസാരിക്കണുണ്ടെങ്കിൽ സംസാരിക്കേ. സംസാരിക്കണമെന്നാവൂല്ലേ? ചെല്ലേ. ജയദേവാ, എങ്ങനെയാ തുടങ്ങുക? എന്താ പേര്? ശാലിനി. നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു, MSc. ഓ, വെരി ഗുഡ്. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. നീ എന്താ ചോദിക്കുക? മുമ്പ് പെണ്ണ് കാണാൻ പോയി പരിചയമില്ലല്ലോ. ശരി ശാലിനി, എന്നെ ഇഷ്ടപ്പെട്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? പറയൂ. എനിക്ക് ജയേട്ടനെ അല്ലാതെ വേറൊരാളെ വിവാഹം കഴിക്കാനാവില്ല. എന്താ ഇത്? ഒന്ന് ചുമച്ചതാ. ഇങ്ങനെയാണ് ചുമക്കണത്? ഞാൻ കരുതി ഛർദിച്ചതായിരിക്കുന്നു. അഭിമുഖ സംഭാഷണമായിരിക്കും. എന്താ നിർത്തിക്കളഞ്ഞ്? ഞാൻ വന്നോണ്ടാണോ? ഞാൻ മാറിത്തരണോ? സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. സാറിന് ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അയ്യോ, അപ്പൊ രക്ഷയില്ല. എന്താ? അല്ല, ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരേ വീട്ടിൽ നിന്ന് ബ്രദേഴ്സിനെ കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിക്കാമെന്ന്. അതിപ്പോ എനിക്ക് പ്രദേശമില്ലാത്ത എന്റെ കുറ്റമാണെന്ന് പറയാണോ? അല്ല അല്ല, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്.
പോയിട്ട് വരട്ടെ. എന്താ ഇത് കൊച്ചു പിള്ളേരെ പോലെ? വണ്ടിയിലേക്ക് കയറ്. Sit down. Sit down. ശാലിനി ഇരിക്കൂ. എന്താ ശാലിനി ഇങ്ങനെ ഒരു ഔട്ട് ഓഫ് മൂഡ്? ടുഡേ ഈസ് അവർ ഫസ്റ്റ് നൈറ്റ്. ലൈഫിൽ ഈ രാത്രി ഒരു പ്രാവശ്യമേ ഉണ്ടാവും. എന്താ ശാലിനി ഒന്നും മിണ്ടാത്തത്? എന്തെങ്കിലും ഒന്ന് പറയൂ. മൗനം വാചാലമാകേണ്ട ദിവസമല്ലിന്ന്. മധുരമുള്ള വാചകങ്ങൾ കൊണ്ട് വാചാലമാക്കേണ്ട രാത്രിയാണിത്. ഞാൻ ശാലിനിയുടെ പേരിൽ ഒന്ന് കത്രിക വയ്ക്കാൻ പോവുകയാണ്. ശാലിനി എന്നുള്ള പേര് ശാലു എന്നാക്കി ചുരുക്കുന്നു. ഷോർട്ട് നെയിം ശാലു. ശാലു കൊള്ളാലോ. ഇന്നു മുതൽ ഞാൻ ശാലു എന്നേ വിളിക്കൂ. ശാലു ശാലു. എന്താ ശാലു? എന്താ ശാലു? ശാലു, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇത് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? ഇങ്ങനെ കരഞ്ഞാലോ? എന്താ കരയുന്നത്? പറയൂ. മായേ, എനിക്ക് മായ ഒന്ന് കാണണം. മായയെ കാണണോ? ഇപ്പൊ ഇവിടെ എങ്ങനെ മായ കൊണ്ടുവരുന്നത്? ആകെ പ്രശ്നമായല്ലോ. ചാലു കരയണ്ട. ഞാൻ എഴുതിച്ചില്ലേ ഇതുവരെ? നമുക്ക് നാളെ അവിടം വരെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഉള്ളൂ പെൺകുട്ടികളുടെ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ. അങ്ങ് ഭർത്താവിന്റെ വീട്ടിൽ ചെന്നാ പിന്നെ അവൻ മതി. സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അങ്ങ് മറക്കും. അല്ല, അങ്ങനെ തന്നെയാ വേണ്ടേ. എഴുതിച്ച് വല്ലതും കഴിക്കേ. നമുക്ക് നാളെ അവിടം വരെ പോവാം. ഞാനേ ഇളയച്ചന്റെ കൂടെ ഇങ്ങോട്ട് വന്നത് നമ്മുടെ മുത്തശ്ശിക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. പഴയ ആചാരങ്ങളൊക്കെ തെറ്റിക്കുന്നത് അവർക്ക് ഇഷ്ടമാവില്ല. നീ ഇന്നലെ ഒരുപാട് കരഞ്ഞോ? കരഞ്ഞോന്നു? ഇന്നലെ ഇവിടെ കണ്ണീർ പുഴയായിരുന്നില്ലേ? ഇപ്പോഴാണ് വെള്ളമൊന്നും വറ്റാൻ തുടങ്ങിയത്. ആഹാ, സാറ് കൊള്ളാമല്ലോ. കോളേജ് വെച്ച് സംസാരിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിലാകുമ്പോ വീട്ടുപിടുക്ക് കൂടുമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ കൂട്ടിക്കോളൂ. സാറേ, പിന്നെ ഞങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് തമ്മി കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കണം. ഞാൻ മാറി തരണമെന്നായിരിക്കും. ഇന്നലെ ഒരു രാത്രിയല്ലേ ശാലിനി കൂടെ ഇല്ലാതിരുന്നുള്ളൂ. മായയുടെ സംസാരം കേട്ടാൽ ഒരു വർഷം തമ്മിൽ കാണാതിരുന്നത് പോലെ.
വാട്ട് എവർ ഇറ്റ് മേ ബി കാപ്പി കുടിക്കാൻ അമ്മ വിളിക്കുന്നുണ്ട്. കാപ്പി കുടിച്ചിട്ട് ഇഷ്ടം പോലെ സംസാരിക്കാം. സാറേ, ഞാനൊരു കാര്യം പറഞ്ഞാ സാർ ദേഷ്യപ്പെടരുത്, പിന്നെ പുകഴ്ത്തിയാണെന്നും വിചാരിക്കരുത്. എന്താ എന്താ വാട്ട്സ് ദി മാറ്റർ? സാറിന്റെ ഈ വാട്ടർ വെറ്റ് മേ ബി എന്നുള്ള വിടൽസ് ഉണ്ടല്ലോ, ഭയങ്കര ബോറാണ്. നിർത്തണമെന്നല്ലേ പറയാൻ പോകുന്നത്? ആ. ബോറാണ്, അതെനിക്കറിയാം. നിർത്താൻ ശ്രമിക്കാം. വാട്ട് എവർ ഇറ്റ് മേ ബി അമ്മ കാപ്പി കുടിക്കാൻ വിളിക്കുന്നു. ഏതായാലും ഇത്രയും സമയമായില്ലേ, ഇനി നാളെ പോകാം. അയ്യോ, പോവാതെ പറ്റില്ല. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. എങ്കിൽ മായ അവിടെ നിൽക്കട്ടെ. നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ ഒരുമിച്ച് വന്നോളാം, അല്ലേ? എന്നാലും മായ വന്നപ്പോഴാണ് ശാലിനിക്ക് ഒരു ജീവൻ വെച്ചത്. ഏതായാലും ഇവളിങ്ങനെ വരുന്നില്ല, അല്ലേ മോളെ? ഇല്ലില്ല. പിന്നെ ഇളയച്ചിന് പേടിയാണെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്ക് അല്പം പേടിയുണ്ട്. ഇനി നമുക്ക് ഈ വായാടി ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണ്ടേ? എടാ, നമുക്ക് ആ മാങ്കാവിലെ ഗോപി ഒന്ന് ആലോചിച്ചാലോ? കൊള്ളാമേ, നല്ല ആലോചനയാ. പിന്നെ എനിക്കിപ്പോ ഒരു ഗോപിയും ആലോചിക്കണ്ട. എന്റെ MSc കഴിഞ്ഞിട്ട്, അതായത് 2 വർഷം കൂടി കഴിഞ്ഞിട്ട് മതി എനിക്ക് കല്യാണം. മോളെങ്ങനെ ഉറച്ചൊന്നും പറയണ്ട. ഇവന് ഇതേപോലെ വാശി പിടിച്ചിരുന്നതാ കല്യാണം വേണ്ടാന്ന്. അവൻ ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടിയപ്പോ അവന്റെ വാശിയൊക്കെ പോയില്ലേ? അതേപോലെ ഇതേ സാറിന്റെ വാശി പോലെയല്ല. അമ്മ തന്നയച്ചതാ പാല്. ഇനി മുതൽ എന്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ശാലുവാണ്. പാലിന് മധുരമില്ല. എന്താ, പഞ്ചസാര ഇട്ടില്ലേ? അധികം മധുരമൊന്നും കഴിക്കണ്ട. ഈ ദിവസങ്ങളിൽ മധുരം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ കഴിക്കുക? അല്ല, ഞാൻ തമാശയാണെന്ന് കരുതി പറയുന്നതൊന്നും ആരും ചിരിക്കില്ല. എന്നാൽ എന്തെങ്കിലും കാര്യമായിട്ട് പറഞ്ഞാൽ അപ്പൊ ചിരിയിടും. നോക്ക്, ഞാൻ പറഞ്ഞത് എത്ര കാര്യമാണ്. സാറോ? സോറി ജയേട്ടാ, പഴയ ഓർമ്മയ്ക്ക്. ഈ സാറൊക്കെ കോളേജ് മതി. പിന്നെ ഈ വാദ്യാരുദ്യോഗം ഉപേക്ഷിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇക്കൊല്ലം പഠിപ്പിക്കുന്ന തന്നെ അടുത്ത കൊല്ലവും പഠിപ്പിക്കണം. റെപ്പറ്റീഷൻ മടുത്തു. എന്താ ശാലുവിന്റെ അഭിപ്രായം? ജയേട്ടന്റെ ഇഷ്ടം. വാട്ട് എവർ ഇറ്റ് മേ ബി, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബമായില്ലേ? ഇനി എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കളയാം. ചെലവ് കൂടുകയല്ലേ? എന്താ ജയേട്ടാ, ഞാൻ താഴെ മായ ഉറങ്ങുന്നു നോക്കിട്ട് വരാം. വേഗം വരാം. പോയിട്ട് വരണം. ഇത് നമ്മുടെ സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് ആണ്. ഫസ്റ്റ് നൈറ്റ് കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിപ്പോയി. ഇന്നും ചേടാ കുഴപ്പമാവുമല്ലോ. മായ ഇല്ലാതെ ഉറക്കം വരില്ലെന്ന് വെച്ചാൽ, മായയും കൂടെ ഇങ്ങോട്ട് വിളിച്ചാൽ. പിന്നെ നിന്റെ വാട്ട് എവർ ഇറ്റ് മേ ബി ഉണ്ടല്ലോ, വിചാരിച്ച പോലെ അത്ര പാവൊന്നല്ല. നിർത്ത്. നീ കളിയാക്കുന്നത് ആരെയാണെന്നറിയാമോ? ഓ, അറിയാവേ. വേണ്ട, ഞാൻ പോയി നോക്കാം. സാറായിരുന്നു. എന്താ സാർ എന്താ ഉറങ്ങാത്ത? അല്ല, മണി 12 കഴിഞ്ഞു. നിങ്ങൾ ഉറങ്ങില്ലേ നോക്കാൻ വന്നാ? ഞങ്ങള് ഉറങ്ങാൻ പോവായിരുന്നു. ഉറങ്ങിക്കോളൂ. ശരി. സമയം വൈകണ്ട. ഉറക്കം വിളക്കല്ലേ എന്ന് പറയാൻ വന്നതാ. അയ്യോ സോറി സാർ, അത്രയ്ക്കുള്ള കോമൺ സെൻസ് എനിക്ക് ഇല്ലാത്തോണ്ടാ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, സ്വീറ്റ് ഡ്രീംസ്. പിന്നെ അത്
പിന്നെ വിഷു സ്വീറ്റ് ഡ്രീംസ് പോകുന്നില്ലേ? വാ 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 വാ. ഞാൻ പേടിച്ചുപോയി. ജയേട്ടൻ ഇന്നെന്താ താമസിച്ചത്? പണ്ട് കോളേജ് ലെക്ചറർ ആയിരുന്നപ്പോ സമയത്തിന് വരുമായിരുന്നു. ഇപ്പൊ സ്വന്തം ബിസിനസ് ആയപ്പോ ഒരു സമയനിഷ്ഠയില്ല. താൻ വാ പറയാം. ഞാൻ മായയുടെ ഒരു കാര്യത്തിന് വേണ്ടി പോയിരുന്നതാ. മായയുടെ കാര്യത്തിനോ? മായക്കൊരു കല്യാണാലോചന. എവിടുന്നാ ജയേട്ടാ? പറയാം. നീ ആദ്യം എനിക്കൊരു കാപ്പി ഉണ്ടോ, എന്നിട്ട് വിശദമായി പറയാം. നല്ല പ്രപ്പോസൽ ആണോന്നറിയട്ടെ, എന്നിട്ടാവാൻ കാപ്പി. അതിപ്പോ വല്ലാത്തൊരു കണ്ടീഷനാണല്ലോ. പ്ലീസ് ഒന്ന് പറയൂ ജയേട്ടാ. ആ, പയ്യൻ എന്റെ ജൂനിയറായി കോളേജിൽ പഠിച്ചതാ. FRCS ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ പോയി അന്വേഷിച്ചു. അവനെല്ലാം കൊണ്ട് മായക്ക് ചേരും. ആ, എന്നാ ഇപ്പൊ തന്നെ മായയോട് പറയട്ടെ. അയ്യോ വേണ്ട. ഞാൻ കല്യാണാലോചനയും കൊണ്ടുവന്നെന്നറിഞ്ഞാൽ മായ എന്നെ കൊല്ലാൻ വരും. അവൾക്കിപ്പോ കല്യാണം വേണ്ടെന്നല്ലേ വാശി. ഓ, ഇനി അവൾ എന്ത് പറഞ്ഞ് വാശി പിടിക്കാനാ? അവൾ പറഞ്ഞിരുന്ന പോലെ MSc കഴിഞ്ഞില്ലേ? നാളെ നമുക്ക് അച്ഛനോട് ചെന്ന് ഈ വിവരം പറയാം. ഏതായാലും നാളെ പറ്റില്ല. നാളെ എനിക്ക് എസ്റ്റേറ്റിൽ കുറച്ച് ജോലിയുണ്ട്. കോളേജിലെ പണി തന്നെയായിരുന്നു നല്ലത്. ഇത് 24 മണിക്കൂറും ബിസിനസ് ബിസിനസ്. നാളെ കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോവാം. ജാതകമൊക്കെ ചേരുവാണെങ്കിൽ നമുക്ക് ഉടനെ നടത്താം. എന്താ രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? ഒന്നുമില്ല, ഒരു കപ്പ് കാപ്പി വേണമെന്ന് പറഞ്ഞതാ. ആ വാ മോളെ വാ. ഇപ്പൊ വരും. നമ്മളെ ഒന്നും അവക്ക് വേണ്ട, ചിറ്റ മതി. എന്താ ഒരു കഥകളി മുദ്ര? എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. എന്താ പറയട്ടെ? പറമളെ, ടെൻഷൻ ടെൻഷൻ. വേം പറ വേം പറ, തീർത്ത് പിടിക്കാതെ. നീ വാ. പോട്ടെ. കല്യാണം കഴിഞ്ഞ് ഉടനെ പോന്നതിന് അച്ഛന് പിണക്കം തോന്നിക്കാണും. മായയും ബാലനും വിരുന്ന് വന്നിട്ട് പോന്നാ മതിയായിരുന്നു. ഓ, ആ തിരക്കും വീണു. ഇന്നലെ തന്നെ ഒരു വിധത്തിൽ അവിടെ കഴിച്ചു കൂട്ടിയത്. തനിക്ക് വേണമെങ്കിൽ അവിടെ നിൽക്കാമായിരുന്നില്ലേ? നല്ല കാര്യായി. ജയേട്ടനെ തനിയെ വിട്ടിട്ട് ഞാൻ അവിടെ നിൽക്കാനോ? എന്താ എന്നെ തനിയെ വിടാൻ പേടിയാ? എന്താ ജയേട്ടൻ ചിരിക്കുന്നത്? അല്ല, ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അന്നത്തെ തന്റെ കരച്ചിലും പിഴിച്ചിലും. ഇന്ന് മായി ആ പാവം ബാലിനെ കണ്ണീര് കൊണ്ട് കുഴയ്ക്കുമോ? ഏതായാലും മായ തന്റെ കൂട്ടാവില്ല. ഷീ സ്മാർട്ട്. തന്നെ സമ്മതിക്കില്ല. എപ്പോഴാ? എന്താ സാറേ? ഒന്നുമില്ല. ശാലു, വേഗം വാ, നമുക്ക് ഒരിടം വരെ പോവാം. എവിടെയാ ജയേട്ടാ? വേഗം വാ, എല്ലാം പറയാം. കൃഷ്ണേട്ടാ,
മോളെ നോക്കിക്കോണേ. ഓ. കല്യാണത്തിന് വന്ന ചില ഫ്രണ്ട്സിന് എയർപോർട്ടിൽ വിടാൻ കാറുമായി പോയതാണ്. തിരിച്ചു വരുമ്പോ ഒരു ലോറിയുമായി